നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നടന്നു. പ്രവൃത്തികൾ നിരീക്ഷിക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടറും. പൊളിച്ചു നീക്കിയ തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ് ബേ നിർമ്മിക്കണമെന്ന് ആവശ്യം. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ. നഗരത്തിലെത്തുന്ന യാത്രക്കാർ ആശയക്കുഴപ്പത്തിൽ. സജി മഞ്ഞക്കടമ്പിൽ രാഷ്ട്രീയ നിലപാട് വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഏത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് വെള്ളിയാഴ്ച പറയും. 3 മുന്നണികളും തന്നെ ക്ഷണിച്ചതായും സജി മഞ്ഞക്കടമ്പിൽ. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നിരീക്ഷിക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ എത്തി. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് സ്കൂളിൽ നടന്ന കമ്മീഷനിംഗ് വിലയിരുത്താനാണ് കളക്ടർ എസ് പ്രേംകൃഷ്ണൻ എത്തിയത്. വോട്ടിംഗ് മെഷീനുകളിൽ ബാലറ്റ് പേപ്പർ സജ്ജീകരിച്ച് സീൽ ചെയ്ത് സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്ന ജോലികളാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് സ്കൂളിൽ നടക്കുന്നത്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ 181 ബൂത്തുകളിലേക്ക് ആവശ്യമായ വോട്ടിംഗ് മെഷീനുകളാണ് ഇവിടെ സജ്ജീകരിച്ചത്. റിസർവ് മെഷീൻ അടക്കം 217 വോട്ടിംഗ് മെഷീനുകളാണ് തയ്യാറാക്കിയത്. സീൽ ചെയ്യും മുൻപേ മോക്ക് പോൾ അടക്കം നടത്തി വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തന സജ്ജമാണെന്ന് വിലയിരുത്തിയാണ് ഇവ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത്. 3 പേർ അടങ്ങുന്ന 15 ടീം 14 റൗണ്ടുകളിലായാണ് മെഷീനുകൾ സജ്ജീകരിച്ചത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്താനായി വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററും സെന്റ് ഡൊമിനിക് സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിനകത്തും പുറത്തുമുള്ള ജീവനക്കാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ വെവ്വേറെ ബൂത്തുകളാണ് ഫെസിലിറ്റേഷൻ സെന്ററുകളായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ മാസം 18, 19, 20 തീയതികളിലാണ് ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്താൻ ജീവനക്കാർക്ക് അവസരം ഒരുക്കിയിട്ടുള്ളത്. സെന്റ് ഡൊമിനിക് സ്കൂളിലെ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് വിലയിരുത്താൻ വരണാധികാരി കൂടിയായ പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ എത്തി. പത്തനംതിട്ട HPCയുടെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറുമായ LACകളിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇവരുടെ ഈ പറഞ്ഞ ബാക്കി വോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് കമ്മീഷനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നലെ അതിൻ്റെ ബാക്കി അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ കമ്മീഷനിങ് നടക്കുകയാണ്. ഇപ്പോൾ 17 and 18 ഇന്നും നാളെയുമായിട്ടാണ് കമ്മീഷനിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാക്കി ഇന്ന് രാവിലെ ഹോം വോട്ടിംഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പാരലി നടക്കുന്നുണ്ട്. കമ്മീഷനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇതുവരെ മേജർ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എന്ന് പറഞ്ഞ് ഈ മെഷീൻസ് എല്ലാം കമ്മീഷൻ ചെയ്യാൻ സാധിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ നാളെ മുതൽ പോസ്റ്റൽ ബാലറ്റ്, നാളെ ഇവിടെ ട്രെയിനിങ് ചെയ്യുമ്പോൾ പോസ്റ്റൽ ബാലറ്റിൻ്റെ ഒരു ഫെസിലിറ്റിയും കൂടെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് പോസ്റ്റൽ ബാലറ്റ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് നാളെ മുതൽ ഇവിടുത്തെ ഫെസിലിറ്റി സെൻറ്ററിൽ നിന്ന് വോട്ട് ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുമായ ഷാജി ക്ലമന്റ്, തഹസീൽദാർ ശ്രീകല ജെ എന്നിവർക്ക് പുറമെ BDO ഫൈസൽ S, ജോയിന്റ് BDO സിയാദ് TE എന്നിവരുടെ നേതൃത്വത്തിലാണ് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പൊളിച്ചു നീക്കിയ കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ് ബേ ആരംഭിക്കണമെന്ന് ആവശ്യം. ശേഷം മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുമെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. പൊളിച്ചു നീക്കിയ തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ് ബേ ആരംഭിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ കഴിഞ്ഞ 7 മാസക്കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിച്ച് എത്രയും വേഗം ബസ് ബേ ആരംഭിക്കണമെന്ന് വ്യാപാരിയായ രവി ആവശ്യപ്പെട്ടു. നഗരസഭയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബസ് ബേ തുറക്കുന്നത് നീട്ടിവെച്ചാൽ കാലവർഷം എത്തുമ്പോൾ ജനത്തിന്റെ ദുരിതം ഇരട്ടിയാവും. ബസ് സ്റ്റാൻഡിലെ ബസ് ബേ പണി തീർത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് ഇപ്പം തന്നെ തുറന്നു കൊടുക്കുകയാണ്. വെയിലും മഴയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ 7.5 മാസമായിട്ട് ജനങ്ങളെല്ലാം പൊതുവഴിയിൽ നിന്ന് തന്നെ വെയിലും മഴയും കൊണ്ട് തന്നെയാണ് ബസ് പോകുന്നത്. ഇനിയിപ്പോൾ നഗരസഭയുടെ പുതിയ രീതികളനുസരിച്ച് ഇവിടെ ചുറ്റുമതിലുമൊക്കെ കെട്ടി ബസ് ബേ ഉണ്ടാക്കി വെയിറ്റിംഗ് ബാത്റൂമും പരിപാടിയും സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ ജൂൺ ജൂലൈ ആയാൽ പോലും നടക്കത്തില്ല. ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ പരിപാടികൾ കഴിയാണ്ട് പിന്നെ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ടെൻഡർ ഇൻവൈറ്റ് ചെയ്ത് മതിൽ കെട്ടുന്ന പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് ബസ് കയറ്റിവിടുക. ഇപ്പം തന്നെ വഴി MC റോഡ് ബ്ലോക്ക് ആകുമ്പോൾ ബസ്സുകളെല്ലാം കൂടി ബസ് സ്റ്റാൻഡിനുള്ളിൽ കൂടി തന്നെയാണ് കയറി വരുന്നത്. ആരും തടയുന്നില്ല. ഇപ്പം പകുതി കൂടുതൽ ബസ്സുകൾ ഇതിൽ പോകണം. പക്ഷേ ബസ് ഇതിനകത്ത് നിർത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബസ് നിർത്തുന്നത് ഇപ്പോഴും പോസ്റ്റ് ഓഫീസ് റോഡിൽ തന്നെയാണ്. ഇതിപ്പോൾ ബസ്സിനുള്ള പ്രശ്നം വെച്ചാൽ രാവിലെ 6 മുതൽ 7 വരെ ജോസ്കോ ജൂവലറുടെ സമയത്ത് നിർത്തും. 7 മുതൽ 8 വരെ പോസ്റ്റ് ഓഫീസിന് മുമ്പ് നിർത്തും. 8 മുതൽ പോസ്റ്റ് ഓഫീസ് റോഡിൽ കൊണ്ട് നിർത്തും. അപ്പോൾ എവിടെയാണ് നിർത്തുന്നതെന്ന് ജനങ്ങൾക്ക് അറിയത്തില്ല. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ നഗരസഭയ്ക്ക് ബേ തുടങ്ങാനുള്ള ടെൻഡർ പോലും ഇറക്കാൻ സാധിക്കില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇവയെല്ലാം പൂർത്തിയായി വരുമ്പോൾ ജൂലൈ മാസമെങ്കിലും എത്തും. രാവിലെ മുതൽ ബസ്സുകൾ തിരുനക്കര എത്തുന്നുണ്ടെങ്കിലും ചില ബസ്സുകൾ ജോസ്കോയ്ക്ക് മുൻഭാഗവും മറ്റു ചില ബസ്സുകൾ പോസ്റ്റ് ഓഫീസ് റോഡിലും ചില സ്ഥലത്തേക്കുള്ള ബസ്സുകൾ നഗരസഭയ്ക്ക് എതിർവശവുമായാണ് പാർക്ക് ചെയ്യുന്നത്. ബസ് ബേ ആരംഭിച്ചാൽ മുഴുവൻ ബസ്സുകളും ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുകയും ആ നിലയ്ക്കുള്ള ആശയക്കുഴപ്പം അവസാനിക്കുകയും ചെയ്യും. നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും ബസ് ബേ അനിവാര്യമാണെന്നും വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ വെള്ളിയാഴ്ച രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും.
തന്റെ നിലപാടുകളുമായി യോജിപ്പുള്ള ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടയം UDF ജില്ലാ ചെയർമാൻ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ രാഷ്ട്രീയ നിലപാട് വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. രാവിലെ 10:30 കോട്ടയം ദർശന ഓഡിറ്റോറിയത്തിൽ നേതൃയോഗം വിളിച്ചു ചേർത്താണ് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നതെന്ന് സജി മഞ്ഞക്കടമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ തരത്തിലുള്ള ചർച്ചകളും കൂടിയാലോചനകളും നടന്നുവരികയാണ്. തെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നും വോട്ട് ചെയ്യണമെന്നുമുള്ള കാര്യവും യോഗത്തിൽ ചർച്ച ചെയ്യും. തന്റെ നിലപാടുകളുമായി യോജിക്കുന്ന ആളുകൾ സമ്മേളനത്തിലുണ്ടാകും. കേരള കോൺഗ്രസിനെ പിളർത്താനോ വിഭാഗീയത സൃഷ്ടിക്കാനോ അല്ല നേതൃയോഗമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. വെള്ളിയാഴ്ച ഏപ്രിൽ 19 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുമ്പ് നമ്മുടെ ദർശന ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ യോഗം കേരള കോൺഗ്രസിന്റെ നേതൃയോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനം എടുക്കുന്നതാണ്. അവിടെ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അതുവരെ ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക, വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് നിങ്ങൾ എല്ലാവരെയും വിളിച്ചിരുത്തി അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ 19-ാം തീയതി വെച്ചിരിക്കുന്നത്. 19-ാം തീയതി 10 മണിയിലാണ് നമ്മൾ സമയം വെച്ചിരിക്കുന്നത്. ഒരു 11 മണിക്കാവും നമ്മുടെ യോഗം ആരംഭിക്കും. അവിടെ വെച്ച് എന്താണ് ഇനിയുള്ള രാഷ്ട്രീയ നിലപാട് എന്നത് പ്രഖ്യാപിക്കും. കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സജി മഞ്ഞക്കടമ്പിൽ UDFും കേരള കോൺഗ്രസും വിട്ടത്. രാജിക്ക് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആളുകൾ വിളിക്കുകയും അനുകൂലമായി സംസാരിക്കുകയും പാർട്ടികളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതായും സജി പറഞ്ഞു. സജി മഞ്ഞക്കടമ്പിലിന് പിന്നാലെ കേരള കോൺഗ്രസിൽ നിന്നും രാജിവെച്ച പ്രസാദ് ഉരുളികുന്നവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ അകപ്പെട്ട വാഴൂർ കൊടുങ്ങൂർ സ്വദേശിനി ആൻടസ ജോസഫിന്റെ മാതാപിതാക്കളെ സുരേഷ് ഗോപി ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. ആശങ്കപ്പെടേണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇസ്രയേലുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ അകപ്പെട്ട കൊടുങ്ങൂർ സ്വദേശിനി ആൻടസ ജോസഫിന്റെ കുടുംബത്തെ നടനും മുൻ രാജ്യസഭാ MPയുമായ സുരേഷ് ഗോപി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇന്ന് രാവിലെ ആൻടസ ജോസഫിന്റെ അച്ഛൻ ബിജു എബ്രഹാം, അമ്മ ബീന എന്നിവരെ BJP വാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS ഹരികുമാറിന്റെ ഫോണിൽ വിളിച്ചാണ് സുരേഷ് ഗോപി സംസാരിച്ചത്. എല്ലാ പ്രാർത്ഥനകളും കൂടെയുണ്ടാകുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ മകൾ സുരക്ഷിതയായി വീട്ടിലെത്തുമെന്നും അദ്ദേഹം കുടുംബാംഗങ്ങളെ അറിയിച്ചു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും കപ്പലിലകപ്പെട്ട മുഴുവൻ ഇന്ത്യക്കാരുടെയും മോചനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ അറിയിച്ചു. ഇന്നലെ വൈകിട്ടും മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊരു ദോഷവും ഇല്ല. കാര്യം ഈ മിലിറ്ററി ഫോഴ്സ് അവൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അവളോട് ജോലിയൊന്നും ചെയ്യണ്ട, ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, നിങ്ങൾക്കൊരു ദോഷവും വരില്ല എന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ ഭയങ്കര ലാഘവത്തോടെ, അവൾ വളരെ സന്തോഷത്തോടെ ഇല്ലില്ല. BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരിയാണ് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, പുൻകുന്നം. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച കോട്ടയത്തെത്തും. 3:50 നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തുന്ന രാഹുൽ ഗാന്ധി ശാസ്ത്രി റോഡ് വഴി സെൻട്രൽ ജംഗ്ഷനിലും തുടർന്ന് വേദിയായ തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് മൈതാനത്തും എത്തിച്ചേരും. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം വിജയമാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് MLAമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോൻസ് ജോസഫും അറിയിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ശ്രീ രാഹുൽ ഗാന്ധി നാളെ വൈകുന്നേരം 4 മണിക്ക് കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് സംസാരിക്കുന്നത്. ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3:50 അദ്ദേഹം ഹെലിപ്പാഡിൽ വരും, നെഹ്റു സ്റ്റേഡിയത്തിൽ. ആ ഹെലിപ്പാഡിൽ നിന്ന് നേരെ അദ്ദേഹം മൈതാനത്തേക്ക് വരും. മൈതാനത്ത് എല്ലാ വിധത്തിലുമുള്ള നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെ പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന ജനങ്ങൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടാകും. ഈ സീസണിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ താരപ്രചാരകൻ എന്നുള്ള നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് വലിയ റിസപ്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളിലാണ് ഞങ്ങൾ. എല്ലാ അർത്ഥത്തിലും ഈ യോഗം വമ്പിച്ച വിജയമാകും.
എന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം. രാജ്യത്ത് ആദ്യമായി നടന്ന സർവേയിൽ നാടിന്റെ ലാൻഡ്മാർക്കായി രേഖപ്പെടുത്തിയിരിക്കുന്ന വിളക്കുമാടത്തിന്റെ മേട നാടിന് കൗതുക കാഴ്ചയാകുന്നു. പൊന്നൊഴുകും തോടിന്റെ തീരത്താണ് നെല്ല് ശേഖരിച്ചു സൂക്ഷിച്ചിരുന്ന ഈ മേട. 250 വർഷത്തിലധികം പഴക്കമുള്ള വിളക്കുമാടത്തിലെ മേട ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ് ഉടമകളായ മീനച്ചിൽ താലൂക്കിലെ കള്ളിവയൽ കുടുംബം. 1802 ബ്രിട്ടീഷ് സർക്കാർ രാജ്യത്ത് പൊതുവായി ശാസ്ത്രീയ കൃത്യതയോടെ സർവേ നടത്താൻ തുടക്കമിട്ട ഗ്രേറ്റ് സർവേയിൽ കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളുടെ അതിർത്തിയിലുള്ള പ്രദേശങ്ങളുടെ ലാൻഡ്മാർക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മേടയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിട്ടീഷ് കാലാൾപ്പട ഉദ്യോഗസ്ഥനായ വില്യം ലാംബണാണ് സർവേക്ക് തുടക്കമിട്ടത്. കള്ളിവയലിൽ കുടുംബത്തിന്റെ സ്ഥാപകനായ ചാക്കോ ആണ് ഈ മേട നിർമ്മിച്ചത്. 1750 തൊട്ടടുത്ത ഗ്രാമമായ ഇടമറ്റത്തു നിന്നും ചാക്കോ വിളക്കുമാടത്തേക്ക് താമസത്തിന് എത്തിയത്. അതിനുശേഷമാണ് മേട നിർമ്മിച്ചതെന്ന് കരുതുന്നു. വിളക്കുമാടം വയലേലകളിലെ നെല്ല് കൊയ്തെടുത്ത് സൂക്ഷിക്കുവാനും പിന്നീട് തൊഴിലാളികൾക്ക് വിശ്രമിക്കുവാനും മേട ഉപയോഗിച്ചിരുന്നു. 2 നിലകളിലുള്ള മേടയുടെ ഭിത്തി വെട്ടുകല്ലുകൊണ്ടും മുകൾ ഭാഗം തടിയിലുമാണ് തീർത്തിരിക്കുന്നത്. മുകൾ നിലയിൽ തടി കൊണ്ടുള്ള മറയോടുകൂടിയ ബാൽക്കണിയുമുണ്ട്. തറനിരപ്പിന് താഴെ വലിയ നിലവറക്കുഴിയുമുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊയ്ത്തു തൊഴിലാളികളായി എത്തിയിരുന്നവർ വിശ്രമിച്ചിരുന്നതും ഇവിടെയാണ്. മേട കാണുവാൻ ഇപ്പോഴും ആളുകൾ എത്താറുണ്ട്. ചാക്കോയുടെ 5ാം തലമുറയിലുള്ള ടോമി ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള മേട തലമുറകളുടെ കൗതുക കാഴ്ചയായി സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് നടന്നെടുത്ത് കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജ്. കോളേജിലെ 2ാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി സെബിൻ സജിയാണ് ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കി റെക്കോർഡ് തിരുത്താൻ ഒരുങ്ങുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡുകളുടെ വലിയ ലോകത്തേക്ക് ഒരു ചെറിയ ചുവടുവയ്പ്. കൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് വിദ്യാർത്ഥി സെബിൻ സജിയാണ് തന്റെ കുഞ്ഞൻ വാഷിംഗ് മെഷീനുമായി ഈ വലിയ നേട്ടത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ ആന്ധ്രാപ്രദേശ് സ്വദേശി സായി തിരുമല നേടിയുടെ പേരിൽ കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ എന്ന റെക്കോർഡാണ് സെബിൻ തിരുത്തിക്കുറിക്കാൻ ഒരുങ്ങുന്നത്. ഗിന്നസ് അധികൃതരുടെ എല്ലാ നിയമങ്ങളും പാലിച്ച് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തുന്ന കുഞ്ഞൻ വാഷിംഗ് മെഷീൻ നിർമ്മാണ ശ്രമത്തിന് കോട്ടയം ജില്ലാ കളക്ടറുടെ പ്രതിനിധി, ഇലക്ട്രോണിക്സിലെ മേധാവി ഡോക്ടർ ഗീവർഗീസ് ടൈറ്റസ്, KSEB എഞ്ചിനീയർ ഡോക്ടർ റാണി ചാക്കോ, പോലീസ് അധികൃതർ എന്നിവർ സാക്ഷ്യം വഹിക്കും. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് നിർമ്മാണം. നമ്മുടെ കൊച്ചു മിടുക്കനായ വിദ്യാർത്ഥി സെബിൻ സി സജി ഞങ്ങളുടെ 2ാം വർഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. നമ്മുടെ ഗ്രാമപ്രദേശ എടകടത്തിയിൽ നിന്ന് വന്ന ഒരു കർഷക കുടുംബത്തിലെ പുത്രനാണ്. ഒത്തിരി നിരവധി കണ്ടുപിടുത്തങ്ങളും സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റും സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ അറ്റംപ്റ്റ് നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഇടം പിടിക്കുവാൻ വേണ്ടിയിട്ടൊരു വാഷിംഗ് മെഷീൻ, നിലവിലുള്ള വാഷിംഗ് മെഷീനേക്കാളും സൈസ് ചേർത്ത് വെയിറ്റ് കുറഞ്ഞൊരു സാധനം അദ്ദേഹം കണ്ടുപിടിച്ചു. അതൊന്ന് മീഡിയയുടെയും പബ്ലിക്കിൻ്റെയും മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മാനുഫാക്ചറിങ്ങും അസംബ്ലിങ്ങും പ്രവർത്തനം എല്ലാം കൂടെ കാണിക്കാൻ വേണ്ടി ഒരു പരിപാടി 19-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ കോളേജിൽ വെച്ച് നടത്തുന്നുണ്ട്. അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുവാനും കോളേജ് മാനേജ്മെന്റിന്റെയും ഡിപ്പാർട്ട്മെന്റിലെ സാറുമാരുടെയും മേലധികാരികളുടെയും സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ ശ്രമം താൻ നടത്തുന്നതെന്നും ഈ ശ്രമത്തിലൂടെ നിലവിലെ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സെബിൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയത്ത് നടന്ന CSDS സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. പട്ടികജാതി, ദളിത്, ക്രൈസ്തവ വിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് സർക്കാരുകൾ പദ്ധതി രൂപീകരിക്കുന്നതെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം നടപ്പിലാക്കാതെയും ജാതി സെൻസസ് നടപ്പിലാക്കാതെയും സംസ്ഥാന സർക്കാർ അടിസ്ഥാന വിഭാഗങ്ങളെ വഞ്ചിച്ചുവെന്ന് കോട്ടയത്ത് ചേർന്ന CSDS പ്രതിനിധി യോഗത്തിൽ വിമർശനമുയർന്നു. പട്ടികജാതി, ദളിത്, ക്രൈസ്തവ വിഭാഗങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ടാണ് സർക്കാരുകൾ പദ്ധതികൾ രൂപീകരിക്കുന്നതെന്നും യോഗം അഭിപ്രായപ്പെട്ടു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മുൻപിലുള്ള വെല്ലുവിളി, അതിന് പ്രാപ്തമായ ഒരു ഭരണഘടന എഴുതിയിട്ടുണ്ട്. അത് ഭരണനിർവഹണത്തിന് നിയോഗിക്കപ്പെടുന്ന ഗവൺമെന്റിന്റെ ഘടനയെ സംബന്ധിച്ച്, അതിന്റെ കർത്തവ്യങ്ങളെ സംബന്ധിച്ച് വിവക്ഷിക്കുന്ന ഒരു യോഗത്തിൽ CSDS സംസ്ഥാന പ്രസിഡന്റായി KK സുരേഷിനെയും ജനറൽ സെക്രട്ടറിയായി സുനിൽ K തങ്കപ്പനെയും ട്രഷററായി പ്രവീൺ ജെയിംസിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കാഞ്ഞിരപ്പള്ളി മണ്ണാറക്കയം ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന്റെ ഭാഗമായി പാൽ പൊങ്കാല നടന്നു. ക്ഷേത്രം മേൽശാന്തി CM ഗിരീഷ് കുമാർ ആചാര്യ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവത്തിന്റെ ഭാഗമായാണ് കാഞ്ഞിരപ്പള്ളി മണ്ണാറക്കയം ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ പാൽ പൊങ്കാല നടന്നത്. ക്ഷേത്രം മേൽശാന്തി CM ഗിരീഷ് കുമാർ ആചാര്യ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. നിരവധി സ്ത്രീകൾ പ്രാർത്ഥനയോടെ ദേവിക്ക് പൊങ്കാലയിട്ടു. തുടർന്ന് പൊങ്കാല നിവേദ്യവും നടന്നു. പിന്നീട് നടന്ന മഹാപ്രസാദമൂട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വിഷുദിനത്തിൽ ആരംഭിച്ച തിരുവുത്സവം വ്യാഴാഴ്ച സമാപിക്കും. അന്നേ ദിവസം രാവിലെ 9 നടക്കുന്ന കലശപൂജയ്ക്കും കലശാഭിഷേകത്തിനും ക്ഷേത്രം തന്ത്രി കേശവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാമ്പാടി ഈസ്റ്റ് ഇളംപുരയിടത്തിൽ ഗീതു രാജശേഖരൻ നിര്യാതയായി. 35 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച പകൽ 11 മണിക്ക് മുട്ടമ്പലം ശ്മശാനത്തിൽ. അറിയിപ്പ്: ഫാത്തിമ മാതാ ഇടവക പിതൃവേദിയുടെ നേതൃത്വത്തിൽ മണിമല സെന്റ് തോമസ് ഹെൽത്ത് സെന്ററിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് 21-ന് 9 മുതൽ 1 വരെ ചാമ്പതാൽ ഫാത്തിമ മാതാ പാരിഷ് ഹാളിൽ നടക്കും. പങ്കെടുക്കുന്നവർ 18-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9446922774. റബ്ബർ മരങ്ങൾ മഴക്കാലത്ത് റെയിൻ ഗാർഡ് ചെയ്ത് ടാപ്പ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ റബ്ബർ ബോർഡിന്റെ കോൾ സെന്ററുമായി ബന്ധപ്പെടാം. ഇത് സംബന്ധമായ ചോദ്യങ്ങൾക്ക് 18-ാം തീയതി രാവിലെ 10 മുതൽ 1 വരെ റബ്ബർ ബോർഡിലെ ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ KA വിൻസെന്റ് ഫോണിലൂടെ മറുപടി നൽകും. കോൾ സെന്റർ നമ്പർ 0481257622. കേരളത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അപേക്ഷ നൽകാനുള്ള സമയം 19-ന് വൈകിട്ട് 5 വരെ നീട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നടന്നു. പ്രവൃത്തികൾ നിരീക്ഷിക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടറും. പൊളിച്ചു നീക്കിയ തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ് ബേ നിർമ്മിക്കണമെന്ന ആവശ്യം. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ. നഗരത്തിലെത്തുന്ന യാത്രക്കാർ ആശയക്കുഴപ്പത്തിൽ. സജി മഞ്ഞക്കടമ്പിൽ രാഷ്ട്രീയ നിലപാട് വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഏത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് വെള്ളിയാഴ്ച പറയും. 3 മുന്നണികളും തന്നെ ക്ഷണിച്ചതായും സജി മഞ്ഞക്കടമ്പിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.